സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ സുനിൽ വന്ന് വാങ്ങിയ രീതി ദയവായിട്ട് കാണണമായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു സുനിലിന്റെ പെരുമാറ്റം. ഇനിയിപ്പോ എന്ത് ചെയ്യും ദേവേട്ട? സുനിലിന് കുഞ്ഞിനെ ഭാവനയ്ക്ക് കൊടുക്കാൻ മനസ്സില്ല. അവനങ്ങനെ ചിന്തിക്കില്ല. സുനില് മാനസിയോട് പറയുന്നത് ഞാൻ കേട്ടതാ ദേവേട്ട. അവരെങ്ങനെ ചെയ്ത ദേവേട്ട പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല ജയ, വെറുതെ നോക്കി നിൽക്കാനേ പറ്റും. ഈശ്വര, ഇതൊരു വല്ലാത്ത പരീക്ഷണമായി പോയല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ആവേശത്തിന് പുറത്ത് ചെയ്യുന്നതൊക്കെ പിന്നീട് പ്രശ്നമാവുന്നു. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജയ. അങ്ങനെ പറഞ്ഞ പറ്റില്ല ദേവേട്ട. ഭാവനയ്ക്ക് സൂര്യക്ക് മാനസ കൊടുത്ത് വാക്കവള് പാലിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്റെ ശരിക്കുള്ള സ്വഭാവം അവൾ അറിയും. നമ്മുടെ പേരക്കുട്ടികൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വളരണം. പാല് കൊടുത്തിട്ട് കൊണ്ടുപോയതേ ഉള്ളൂ സൂര്യ. ഞാൻ കണ്ടു ഭാവന, തനിക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാ സൂര്യ, എല്ലാ പ്രശ്നങ്ങളും മാറി. നമ്മുടെ ആദ്യത്തെ മോളെ സൂര്യ പോയി കണ്ടു എന്ന് ആന്റി പറഞ്ഞു. തന്നെ കൊണ്ട് കാണിച്ചില്ലേ? എന്നെ കൊണ്ടൊന്ന് കാണിച്ചു സൂര്യ. രണ്ടു മക്കളും ഒരുപോലെ തന്നെയല്ലേ സൂര്യ? അതേ ഭാവന, എല്ലാരും അതെന്നെ പറഞ്ഞത്. വല്യമ്മ അമ്മയെ അങ്ങനെ തന്നെയാ പറഞ്ഞത്. സൂര്യ, മാനസ് എന്നെ കാണാനൊന്നും വന്നിട്ട് പോലുമില്ല. ഇനി കുഞ്ഞിനെ നമുക്ക് തരാൻ മടിച്ചിട്ടായിരിക്കോ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ശരിക്കും അവളല്ലേ നമ്മുടെ മോൾക്ക് ജന്മം കൊടുത്തത്? എല്ലാം മാനസ് സ്വയം ചെയ്തല്ലേ ഭാവന. അപ്പൊ പിന്നെ മോളെ തരാതിരിക്കുന്ന എങ്ങനെയാ? സത്യം പറഞ്ഞ ആരുടെയും മുഖത്ത് സന്തോഷം ഞാൻ കാണുന്നില്ല. അതും ചിലപ്പോ ഈ മോളുടെ കാര്യം ആലോചിച്ചിട്ടാവും. താൻ വെറുതെ ടെൻഷനാവൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞിനെ തരാതിരിക്കാനൊന്നും മാനസിക്ക് കഴിയില്ല. അല്ലെങ്കിൽ തന്നെ സുനിലിനൊരിക്കലും നമ്മുടെ കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഭാവന. അവനും കാണില്ലേ സ്വപ്നങ്ങളൊക്കെ? പക്ഷെ നൊന്ത് പ്രസവിച്ച മാനസ് അങ്ങനെ ചിന്തിക്കോ സൂര്യ? ഒരു പെണ്ണിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് തന്നെ അവളൊരു അമ്മയാവുമ്പോഴാ. ആ ഒരു ഭാഗ്യം സ്വയം കണ്ടെത്തിയവളാ മാനസ. അതാ എന്റെ പേടി. താൻ ധൈര്യമായിട്ടിരിക്കുക. മാനസയെ നാളെ ഡിസ്ചാർജ് ചെയ്യും. തന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും. സമയമുണ്ടല്ലോ. എന്താ മാനസയുടെ മനസ്സിലെന്നറിയാം. നമ്മുടെ മോളെ എപ്പോ കൊണ്ടുവരും? ഒന്നെടുക്കാനാ? നാളെ തരും സൂര്യ. അവൾക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ മഞ്ഞ അല്പം കൂടിയതുകൊണ്ടും ബ്രീത്തിങ്ങിനുള്ള വ്യത്യാസം കൊണ്ടുവാ ഇൻക്യുബേറ്ററിൽ വച്ചിരിക്കുന്നത്. ഇപ്പൊ 2 നോർമലാ. 2 മക്കൾക്കും പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഞാനല്ലല്ലോ, സൂര്യയിലെ കണ്ടുവെക്കണ്ട്. സൂര്യ ആഗ്രഹിച്ചതുപോലെ 2 പെൺമക്കളാ. താൻ നാട്ടുകാരുടെ ഹോസ്പിറ്റലിലെ മാലാഖയാണെങ്കിൽ നമ്മുടെ മക്കള് എന്റെ മാലാഖയാ. എന്താ, ശരിയല്ലേ? ആണേ, സമ്മതിച്ചു. താൻ എവിടെ പോകുന്നു? ഞാൻ വാഷ്റൂം വരെ ഒന്ന് പോയിട്ട് വരാം. തനിക്കിപ്പോ നടക്കാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല.
വന്ന് കഞ്ഞി കുടിക്കുക. ഞാൻ കഞ്ഞി എടുത്ത് വെക്കാം. വാ അമ്മേ. എനിക്കും കഞ്ഞി മതി മായ. കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അമ്മ വാ. അല്ല അമ്മ എന്താ ആലോചിക്കുന്നത്? വേറൊന്നുമില്ല. ഭാവനയ്ക്കും ചെറിയൊരു പേടിയുണ്ട്, മാനസ കുഞ്ഞിനെ കൊടുക്കുമെന്ന്. അതിന് അമ്മയോട് നേരത്തെ കാര്യം ഭാവന പറഞ്ഞതല്ലേ? അങ്ങനെ നേരം അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോഴവളത് ഗൗരവമായിട്ട് എടുക്കുന്നത്. അയ്യോ ഭഗവാനെ, ഇനി ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് വഴക്കുണ്ടാവാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലമ്മേ. പറയാൻ പറ്റത്തില്ല മായ. കുഞ്ഞിനെ ഭാവനയ്ക്ക് കൊടുക്കാതിരിക്കാൻ ഒരു പ്ലാനെങ്കിൽ ഞാൻ ഇടപെടും. എന്റെ സേതു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം കയറി ഇടപെടരുത്. എന്റെ അമ്മ ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ലല്ലോ. സേതുവായിട്ടിന് ഇടപെട്ട പിന്നെ കയ്യാൻ കളിയിലേ അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ടാ അമ്മ ഇങ്ങനെ പറയുന്നേ. അവിടെ സൂര്യൻ, ഭാവനയും അങ്കിളും ആന്റിയും ഒക്കെ ഉണ്ടല്ലോ, അവരിടപെട്ടോളും. ഇടപെട്ടാ മതി. ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഇടപെടും. ഭാവന ആര് വിഷമിപ്പിച്ചാലും ഞാൻ ഇടപെടും. സേതു, നീ ഇടപെട്ടോ, പക്ഷെ ഭാവനയോട് ചോദിച്ചിട്ടേ ഇടപെടാവൂ. മനസ്സിലാവുന്നുണ്ടോ? അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. ഭാവന എന്നോട് ഇടപെടരുതെന്നല്ലേ പറയത്തുള്ളൂ. അത് അമ്മയ്ക്ക് അറിയാം. അതെ, അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ പറഞ്ഞേ. അതൊക്കെ പോട്ടെ, രണ്ടു മക്കളെയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ? രണ്ടുപേരും ഒരേ അച്ചില് വാർത്തെടുത്ത പോലെ ഉണ്ടമ്മേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ഇരട്ടകളെ പോലെ വളർന്നോളൂല്ലോ. മുമ്പ് അമ്മ പറഞ്ഞ പോലെ നമുക്ക് ഒരു മോളെ ഇവിടെ വളർത്താല്ലേ? അതൊന്നും ഉടനെ നടക്കത്തില്ല മായ. എന്തായാലും നാളെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കട്ടെ. മാനസിക എന്ത് ചേഞ്ചെന്നാ ഞാൻ പറയുന്നത്? കുഞ്ഞിനെ ഭാവനയ്ക്ക് സൂര്യക്ക് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ വല്ലാത്തൊരു മറുപടി അവൾ എന്നോട് പറഞ്ഞത്. എന്തു പറഞ്ഞു? ഞാൻ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ലെന്നും കൊടുത്തോളാന്നും പറഞ്ഞു. അതിനിപ്പോ എന്താ പ്രശ്നമുള്ളേ?